ഈ അന്ത്യയാത്രയുടെ ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. താനായിരിക്കുന്ന മേഖലയെ മുഴുവൻ ദൈവത്തിൻ്റെ ജനമായി കണ്ട്, ദൈവത്തിൻ്റെ ഇടമായി കണ്ട്, എന്തെല്ലാം അവിടെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഒടുവിൽ ഇതൊന്നും ഞാനല്ല, ദൈവകൃപയാണ് എന്നിലൂടെ അധ്വാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വിനയാന്വിതനായി മടങ്ങുന്ന അനേകം പുരോഹിതർ ഉണ്ടാകുന്നതിനു വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സൗമ്യദീപ്തമായ പിതാവിൻ്റെ മുഖം ഒരു മാറ്റവുമില്ലാതെ തേജസ് നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയമായ ആ മന്ദഹാസം ഇപ്പോഴും ആ മുഖത്തുണ്ട്. നമുക്കറിയാം, തന്നെ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കി, തൻ്റെ ഓട്ടം ഭംഗിയായി പൂർത്തിയാക്കി, പരിശുദ്ധാത്മാവിൻ്റെ മനോഹരമായ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി മാർ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ തൃശ്ശൂർ പുത്തൻപള്ളി ബസിലിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി വിശ്വാസികളാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട്. ഇനി ഇവിടെ നിന്ന് 3:30 മണി വരെ പള്ളിയിലായിരിക്കും ശരീരം പൊതുദർശനത്തിനായി. ഇനി രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ വിശ്വാസികൾ മാത്രമല്ല, രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോൾ ദേവാലയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെയാണ് ആദ്യഘട്ട ശുശ്രൂഷകൾ ഇവിടെ തുടരുകയാണ്. തൃശ്ശൂർ ബസിലിക്ക പള്ളിയിൽ ആൻഡ്രൂസ് പിതാവാണ് ഇപ്പോൾ ഈ ഒരു ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറുകളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടേലകൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വലിയ ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അഭിമന്യ ജയിക്കബ് പിതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും.